ടൂറിസ്റ്റ് ഗൈഡാവുക എന്നത് വലിയൊരു തൊഴിൽ മേഖലയാണ്. അപ്പോൾ ടൂറിസം ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പഠന തൊഴിൽ മേഖലയാണ് ടൂറിസം ഇൻഡസ്ട്രി. അപ്പോൾ ഒരു ടൂറിസ്റ്റ് ഗൈഡ് ആവാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? അതിന് കോഴ്സുകളുണ്ട്. അപ്പം നമുക്ക് ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂറിസ്റ്റ് ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. അതേപോലെ തന്നെ സംസ്ഥാനത്തിലാണെങ്കിൽ പോലും നമുക്ക് അസാപ്പിൻ്റെ സ്കിൽ പാർക്കുകൾ വഴിയും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് എടുക്കുന്നവർക്ക് ഒരു പേപ്പർ ടൂറിസ്റ്റ് ഗൈഡാകാനാണ്. അവരുടെ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു മേഖലയാണ്. അപ്പോൾ ഒരു ടൂറിസ്റ്റ് ഗൈഡാകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ഈ സാധ്യതകൾക്കൊപ്പം തന്നെ ഇവിടെ സ്പെഷ്യലൈസേഷൻസിനുള്ള സാധ്യതകളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് IITM പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെയൊക്കെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഷോർട്ട് ടേം പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമുകളിലേക്കൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇപ്പോൾ ഫോറിൻ ലാംഗ്വേജ് സ്കില്ലുള്ള, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന, അപ്പോൾ റീജിയണൽ ലോക്കൽ ഗൈഡായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രാദേശിക ഭാഷകളൊക്കെ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പം ഇംഗ്ലീഷ് പ്രാവീണ്യമില്ല, വിദേശ ഭാഷകളോട് താല്പര്യമില്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ ലോക്കൽ റീജിയണൽ ഗൈഡാകാനായിട്ട് സാധിക്കും. പ്രാദേശികമായിട്ടുള്ള ഗൈഡാകാനായിട്ട് സാധിക്കും. ലോക്കലായിട്ടുള്ള ആൾക്കാരെ, അതാത് സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന, സ്ഥലങ്ങളും മറ്റുമൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു തൊഴിൽ മേഖല. ഇനി അതല്ല, കുറച്ചുകൂടെ വിപുലമായിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ഫോറിൻ ടൂറിസ്റ്റുകളുമൊക്കെ അവർക്കൊക്കെ ടൂറിസ്റ്റ് ഗൈഡായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. മറ്റ് ഫോറിൻ ലാംഗ്വേജസ് നല്ല രീതിയിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ടൂറിസ്റ്റ് മേഖല എന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെ ഈ ഗൈഡ് എന്ന് പറയുന്ന മേഖല തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഏരിയകളിലേക്ക് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ട്രക്കിംഗ്, ഫ്ലോറ ആൻഡ് ഫോണ ട്രക്കിംഗ് എന്ന് പറയുന്ന മേഖലകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലോറ ആൻഡ് ഫോണ ട്രക്കിംഗ് ഗൈഡായിട്ട് നിങ്ങൾ പോകുമ്പോഴത്തേക്കും ഫിസിക്കലി ഫിറ്റായിരിക്കണം, എന്നാൽ ട്രക്കിങ്ങിനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടായിരിക്കണം, അതേക്കുറിച്ച് അറിയാൻ കഴിയണം. അപ്പോൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമായിട്ട് വരുന്നൊരു മേഖലയാണ് അവിടെ. സയൻസ് പഠിച്ചിരിക്കണമെന്നൊന്നുമില്ല, പക്ഷേ അതിലൊരു താല്പര്യമുണ്ടായിരിക്കണം. വിവിധ സസ്യങ്ങളെക്കുറിച്ചും ജന്തുക്കളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു താല്പര്യമുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ടൂറിസം എന്ന് പറയുന്നൊരു മേഖല എന്ന് പറയുന്നത് വെറും സ്ഥലം കാണൽ മാത്രമല്ല, അവിടെ പല തരത്തിൽ ഇപ്പോൾ കാണാൻ വരുന്ന ആൾക്കാർ, ടൂറിസ്റ്റുകളായിട്ട് എത്തുന്ന ആൾക്കാരെ പലതായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, പഠനാവശ്യത്തിന് വരുന്ന ആൾക്കാരുണ്ട്. രണ്ട്, വിനോദ ഉപാധിയായിട്ട് ടൂറിസത്തിനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മൂന്ന്, ഹീലിംഗ്, അതായത് അവരുടെ മാനസികമായ ഉല്ലാസം, അതായത് അവരുടെ ഏതെങ്കിലുമൊക്കെ മാനസികമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അതിനെ ഒന്ന് റിലാക്സേഷന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. മെഡിക്കൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കൾച്ചറൽ ടൂറിസമുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള മേഖലകൾ. അപ്പോൾ കൾച്ചറൽ ടൂറിസത്തിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൾച്ചറിനെ കുറിച്ച്, നമ്മുടെ ടൂറിസം മേഖലയിൽ വരുന്ന വിദേശികളായാലും സ്വദേശികളായാലും അന്യസംസ്ഥാനത്തു നിന്നുള്ള ടൂറിസ്റ്റുകളായാലും അവരെയൊക്കെ നമ്മുടെ കൾച്ചർ, നമ്മുടെ ഹെറിറ്റേജ് അതെല്ലാം അവരിലേക്ക് പകർന്നു കൊടുക്കാൻ താല്പര്യമുള്ള ഒരാളായിരിക്കണം, അതറിയാൻ താല്പര്യമുള്ള ഒരാളായിരിക്കണം. രണ്ടാമത് വരുന്ന മേഖല എന്ന് പറയുന്നത് ടൂറിസം, മെഡിക്കൽ ടൂറിസമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന ആൾക്കാരുണ്ട്. അവിടെ യോഗ തെറാപ്പിയും നാച്ചുറോപ്പതിയും അടക്കമുള്ള മേഖലകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള മേഖലകളോട് താല്പര്യമുള്ള ഒരു ആളായിരിക്കണം അവിടെ ഗൈഡായിട്ട് വരേണ്ടത്. അതേപോലെ തന്നെ ട്രക്കിംഗ് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു മേഖല. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറഞ്ഞാൽ പഠന ആവശ്യത്തിന് വരുന്ന ആൾക്കാരാണ്. ടൂറിസം പഠന ഗവേഷണ ആവശ്യത്തിന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പഠനം എന്ന് പറയുമ്പോൾ അതും രണ്ടുണ്ട്. വെറുതെ വന്ന് കാര്യങ്ങൾ അറിഞ്ഞു പോകുന്ന ആൾക്കാരും വളരെ ഡീപ്പായിട്ട് അറിഞ്ഞ് ഗവേഷണം നടത്തി റിസർച്ച് സ്കോളേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഡീൽ ചെയ്യേണ്ടതാണ്. ആദ്യത്തെ ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് നമ്മളൊരു ഔട്ട്ലൈൻ കൊടുത്താൽ മതിയാവും. പക്ഷേ രണ്ടാമത്തെ കൂട്ടർക്ക് അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ കൃത്യമായ വിവരങ്ങൾ തേടി പിടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള മേഖലകൾ. ഇനി ടൂറിസം മേഖലയിൽ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ വാഹനം ഓടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓടുന്ന വാഹനത്തിൽ നിന്നുകൊണ്ട് രണ്ട് സൈഡിലും വരുന്ന കാഴ്ചകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ടൂറിസ്റ്റ് ഗൈഡുമാരുണ്ടാകാറുണ്ട്.
അപ്പോൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ ഇവിടെ ലഭ്യമാണ്. ടൂറിസം ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നൊരു മേഖല, അതായത് ടൂർ ഓർഗനൈസ് ചെയ്യുക, ചാർട്ട് ചെയ്യുക, അതിനുവേണ്ട അനുബന്ധ സാമഗ്രികളൊക്കെ ഒരുക്കി കൊടുക്കുക, ഇങ്ങനെയുള്ള മേഖലകൾ. നമ്മുടെ നാട്ടിലെ ഭക്ഷണക്രമങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധം അത് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരുണ്ട്. കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള ഭക്ഷണക്രമങ്ങൾ, ജീവിത രീതികൾ, ട്രൈബൽ പോപ്പുലേഷൻ്റെ കൾച്ചർ, ഹെറിറ്റേജ്, ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന, അവരോടൊത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ ടൂറിസ്റ്റുകളായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ടൂറിസ്റ്റ് ഗൈഡായിട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെള്ളത്തിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എയ്ഡ്, ഇവിടെയൊക്കെ ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങൾ, വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട പ്രിവെൻഷൻ, എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ, ഇതേക്കുറിച്ചുള്ള ഒരു മുൻധാരണ, ഒരു ട്രെയിനിങ് അവർക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ടൂറിസം മേഖലകളിൽ, വാട്ടർ സ്കീയിങ് പോലുള്ള മേഖലകളിലൊക്കെ ടൂറിസ്റ്റ് ഗൈഡ് ഒപ്പം ഉണ്ടാകാറുണ്ട്. അവരുടെ അപകടത്തിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തുന്നതിനുമൊക്കെ ഇവരെപ്പോഴും ഉണ്ടാകാറുണ്ട് ഒപ്പം. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ നമുക്ക് ഗോവയിലൊക്കെ ഇതിന് ട്രെയിനിങ് അവൈലബിൾ ആണ്. അത് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം, അണ്ടർ വാട്ടറിലൊക്കെ പോയിട്ട് നമ്മൾ ഈ സ്കൂബ ഡൈവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ലക്ഷദ്വീപ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കടലിനടിയിലുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ നീന്തി മുങ്ങി പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും അതിന് തയ്യാറിട്ടുള്ള, അതിനുവേണ്ടി പരിശീലനം ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ് അവിടേക്ക് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ വിശാലമായ ഒരു തൊഴിൽ മേഖല തന്നെയാണ് ടൂറിസ്റ്റ് ഗൈഡ് എന്ന് പറയുന്നത്. ഇതിൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്, ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്, ഈവൻ മാനേജ്മെൻറ്റ് MBA പ്രോഗ്രാം വരെ നമുക്ക് ലഭ്യമാണ്. അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ്, മാസ്റ്റർ ഡിഗ്രി ഉൾപ്പെടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് എൻട്രൻസ് എക്സാമിനേഷനും മറ്റുമൊക്കെ എഴുതേണ്ടതായിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. അതല്ലെങ്കിൽ നമുക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലൂടെ +2 തന്നെ പഠിച്ചെടുക്കാനും, അതിന് കഴിയാത്ത മറ്റൊരു സ്ട്രീമിൽ പോയ ആൾക്കാരാണെങ്കിൽ അവർക്ക് പഠിച്ചു പോകാൻ കഴിയുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പ്രോജക്റ്റുകളും വിവിധ കോഴ്സുകളും വിവിധ സ്ഥാപനങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. കിഡ്സ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ, ഈ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഗ്രൂമിംഗ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ അസോസിയേഷനുകളുണ്ട് പല രാജ്യങ്ങളിലും. അമേരിക്ക പോലുള്ള, ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ടൂറിസ്റ്റ് ഗൈഡുമാർക്ക് വേണ്ടിയിട്ടൊരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോം തന്നെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്, ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് നോക്കാൻ കഴിയുന്ന, ഒരു ടൂറിസ്റ്റ് ഗൈഡാകാൻ സാധിക്കുന്ന ആൾക്കാർക്ക്, അവർക്ക് നിശ്ചിത വരുമാനം അല്ല പലപ്പോഴും ഉള്ളത്. ടിപ്പും അതുപോലെ തന്നെ ആ സ്ഥാപനം കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ ഒരു ഗൈഡ് പ്രോജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ള പണം കൊടുക്കുന്ന രീതികളും ഒക്കെയാണുള്ളത്. പലപ്പോഴും വിദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വളരെ ഹൈ പ്രൊഫൈലായിട്ടുള്ള ആൾക്കാരുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും അവരുടെ കരിയറിനെ ആ രീതിയിൽ ബിൽഡ് ചെയ്തു പോകാനും കഴിയുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ഒരു ടൂറിസ്റ്റ് ഗൈഡാകാനുള്ള ശ്രമങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കാം. നല്ല ഇൻ്റർപേഴ്സണൽ സ്കില്ലുള്ള, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, നല്ല പ്ലാനിംഗ് കപ്പാസിറ്റിയുള്ള, വിവിധ ഭാഷകളെയും സംസ്കാരത്തെയും ഒക്കെ അറിയാൻ താല്പര്യമുള്ള, നല്ലതുപോലെ പുസ്തക പാരായണ ശീലമുള്ള, കാര്യങ്ങളെപ്പറ്റി വളരെ ഡീപ്പായിട്ട് അറിയാനും അതിനെ വളരെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാനുമുള്ള കഴിവുള്ള, ചാമിങ് പേഴ്സണാലിറ്റിയുള്ള ആർക്ക് വേണമെങ്കിലും ഒരു നല്ല ഗൈഡായിട്ട് അവരാഗ്രഹിക്കുന്ന സ്പെഷ്യലൈസേഷനിൽ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിച്ചേരാനും, ഒരു നല്ല റിലാക്സബിളായിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖല കണ്ടെത്താനും സാധിക്കുമെന്നുള്ളതാണ് ടൂറിസ്റ്റ് ഗൈഡ് എന്ന് പറയുന്ന പഠന തൊഴിൽ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത.